ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചട്ടിയിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഒരു ചെറിയ ഉള്ളിയും 2-3 പച്ചമുളകുമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് കളറൊന്നും മാറണ്ടില്ല. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി തന്നെയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ആ ഒരു തക്കാളി ഒന്ന് വെന്ത് കുഴയണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വെന്ത് കുഴയാൻ തുടങ്ങും. അങ്ങനെ ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നോട്ടെ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറച്ചില്ല, ഒരു 3/4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ട പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഒരു ഉലുവ പൊടിച്ച പൊടിയാണ് ഇട്ടത്, ഉലുവൻ്റെ പൊടി. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഇതിങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കാത്തൊരു പാകത്തിലാകുന്ന വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണ തെളിയുന്ന ഒരു പാകത്തിലായിട്ട് വരും. ഇനി ഇതിലേക്ക് ഇതാ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഒഴിച്ചിട്ട് നോക്കുക എത്ര വേണമെന്നുള്ള അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. ഇവിടെ കിട്ടുന്ന പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കറുപ്പുമായിരിക്കും, എന്നാലും പുളിരസം കുറവാണ്. ഒരു കളറാണെങ്കിൽ ഒരു കറുപ്പ് കളറിലേക്കുമാണ് വരുന്നത്. ചില സമയത്ത് നല്ലത് കിട്ടലുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ വേണ്ടി വരും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പും പുളിയൊക്കെ പാകത്തിലല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് പുളി കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുളി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിള വരണം, കാരണം പുളിൻ്റെ ഒരു വേവുണ്ട്, അതൊന്ന് വെന്ത് വരണം. ഒരു 1-2 മിനിറ്റ് വരെ അങ്ങനെ തിളക്കട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പോരാ, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മീനിൻ്റെ തലകളാണ് കേട്ടോ, തലക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ എല്ലാം പീസായി മുറിച്ച് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ആവോലിൻ്റെ തലയാണ് കേട്ടോ ഞാനെടുത്തത്, തലയും വാലുമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചതിന് ശേഷം എല്ലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മുഴുവനത്തോടൊക്കെ വെക്കുന്ന തല അങ്ങനെ ഇഷ്ടമല്ല. ഒരു ഷാപ്പ് സ്റ്റൈലിൽ മുഴുവനായിട്ട് വെക്കുന്ന തലക്കറി ഇല്ല, അത് ഇഷ്ടമല്ല. ഇങ്ങനെ തല ഇങ്ങനെ പീസാക്കി മുറിച്ചതിന് ശേഷം വെക്കുന്ന ഇങ്ങനെ മുളകിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്തിരിൻ്റെ കൂടെ അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ മാരക കോമ്പിനേഷനാണ് ഈ ഒരു പുട്ടിൻ്റെ കൂടെ തലക്കറിയും പുട്ടും എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാ മീൻ ഇട്ടതിന് ശേഷം പിന്നെ ഇളക്കാൻ പാടില്ല എന്നാണ് പറയുക കേട്ടോ. ഈ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം വെന്താൽ കറി റെഡി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കണം ആദ്യം. അപ്പോൾ അതാ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോവക്ക 1/2 കിലോ കോവക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉള്ളിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. 1/2 കിലോ ആണ് കോവക്ക എടുത്തത്. അത് നന്നായിട്ട് വട്ടത്തിൽ സ്ലൈസായിട്ട് മുറിച്ച് വെച്ചതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇടണം എന്നുണ്ടെങ്കിൽ തേങ്ങയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ തേങ്ങ, ഈ സമയത്ത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നിച്ച് തേങ്ങയും നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക മൊരിഞ്ഞ് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ തേങ്ങയും ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, എത്ര ആണെന്നുള്ള. ആദ്യം കുറച്ച് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ കോവക്ക ഉള്ളതുകൊണ്ട് ഒരു 1.25 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അടിഭാഗം മാത്രം വേവലും അതുപോലെ അടിഭാഗം ചിലപ്പം കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക, എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിഭാഗം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ അതേ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കോവക്കൊക്കെ നല്ല പാകത്തിൽ റെഡിയായി വന്നതാണ്. ലാസ്റ്റാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആണ്. ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം ഇവിടെ അറിയാലോ, തേങ്ങ നമുക്ക് നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ചേർക്കാം. ഇവിടെ അങ്ങനെ ചേർക്കാൻ കഴിയില്ല. ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ആക്കുന്നില്ല. ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ്. ഇപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ട് ആ ഒരു ആവി കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കുന്നില്ല. ആ ഒരു ആവി കയറുന്ന സമയത്ത് തന്നെ തേങ്ങൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നോളൂ. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോവക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിന് കേട്ടോ. മെഴുക്ക് വരട്ടിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക ഉപ്പേരി നമ്മളെ ഫേവറേറ്റ് ആണ് കേട്ടത് ഈ കോവക്ക ഉപ്പേരി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് കാണിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. എല്ലാത്തിലും ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പൊടിയല്ല ചേർക്കുന്നത് കേട്ടോ. ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് അതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നമ്മളെ വൈറൽ ഫിഷ് ഫ്രൈയിൽ ആദ്യം പൊടി ചേർത്തതിൻ്റെ ശേഷമാണ് ഈ ഒരു ഉള്ളികൾ ചേർക്കുന്നത് കാണുന്നത്. പക്ഷേ എനിക്കിത് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണമല്ലോ, ആ ഒരു മനസ്സിലൊരു കുത്തുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് മാറ്റിയെടുക്കുന്നുണ്ട് എണ്ണയിലിട്ടിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ഇട്ടത്. ഞാൻ അളവുകളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അത് ആ ഒരു കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ആകെ പൊടികളായിട്ട് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാ അത് എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ സിമ്മിലായിരിക്കണം വെക്കണം കേട്ടോ. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്കുള്ള ആ ഒരു നമ്മൾ എത്ര മീനാണോ ചേർക്കുന്നത് ആ ഒരു മീനിലേക്ക് വേണ്ടിയ ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ പുളിവെള്ളം എടുത്തത്. അപ്പോൾ പുളിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്രയും നല്ല ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഇട്ട സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതിട്ടോ. ഞാനങ്ങനെ ഒരുപാട് ഗ്രേവിയോട് കൂടിയല്ല ഉണ്ടാക്കുന്നത്. ചോറിന് കഴിക്കാനുള്ള ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഗ്രേവിയിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം മീനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഏത് മീനും എടുക്കട്ടോ, എന്ത് മീൻ വെച്ചിട്ടും ചെയ്യാം. ഏത് മീനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു ഭാഗം ആ ഒരു ഗ്രേവി കിടന്നൊന്ന് വെന്ത് വരണം. ഒരു 2-3 മിനിറ്റ് കേട്ടോ. ഫിഷ് ആണല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് വേവില്ല. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അടിഭാഗം മാത്രം ഒരു ഭാഗത്ത് മാത്രം ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് വെന്ത് വരും. അങ്ങനെ വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ഭാഗം മാത്രമാണ് വെന്തത്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗവും നമുക്ക് വെന്ത് കിട്ടണം. അടിയിലും ഇതേ ഒരു മസാല അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു മസാല തന്നെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രേവി മസാല ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഉള്ളി ഇട്ട അളവും കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വൈറലായിട്ടുള്ള ആ ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിണ്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇനിയിപ്പോൾ അത് നമുക്ക് ചോറ് വിളമ്പാണ്. ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ചോറിൻ്റെ വീഡിയോ ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഒരു 2-3 കയ്യിൽ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ അടുത്ത് ഇവിടെ ഓൾറെഡി ഇവിടെ ഈ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പരിപ്പും കർമൂസ പപ്പായ പച്ചപ്പപ്പായ ഇല്ല അത് വെച്ചിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോവക്ക വെച്ചിട്ടുള്ള തോരൻ അതിവിടെ റെഡിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ അച്ചാറാണ് കേട്ടോ. ഇത് മാങ്ങ അച്ചാറാണ്. ഞാനിപ്പോൾ വന്ന പിറ്റേന്ന് തന്നെ ഞാൻ കുറച്ച് മാങ്ങയും നാരങ്ങയും ലെമണും വാങ്ങിയിട്ട് കുറച്ച് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം പ്രാവശ്യം വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാനിവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പാണ്ഡേ പോയ സമയത്ത് കുറച്ച് പച്ചമാങ്ങ കുറച്ച് കൂടുതൽ കിട്ടിയ സമയത്ത് മാങ്ങയും അതേപോലെ തന്നെ ചെറുനാരങ്ങയും വാങ്ങി അച്ചാറൊക്കെ ഇട്ട് വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു വൈറൽ ഫിഷ് ഫ്രൈ ആണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റാണ്. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി. ഞാനും ഇതിപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ തലക്കറി കണ്ടില്ലേ, മാഷാഅല്ലാഹ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലക്കറിയാണ്. ഇത് ശരിക്കും ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സമയമില്ല, ഇന്ന് തന്നെ ഇത് എടുക്കുകയാണ്. ബാക്കി പകുതി നാളത്തേക്കും വെക്കും. നല്ല ടേസ്റ്റിയാണ്. തലേന്ന് ഉണ്ടാക്കി വെച്ചത് പിറ്റേന്ന് കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഈ ഒരു തലക്കറി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.